വിവിധ ക്രൈസ്തവ സമൂഹങ്ങളുടെ ഐക്യം സാധ്യമാണോ? ക്രൈസ്തവ സമൂഹം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ നിരവധി കോണുകളിൽ നിന്ന് ഉയർന്നു കേട്ട ചോദ്യമാണിത്. എന്നാൽ സമീപനാളിൽ നടക്കുന്ന ചില മുന്നേറ്റങ്ങൾ ക്രൈസ്തവ സമൂഹങ്ങളുടെ ഐക്യത്തിലേക്കുള്ള ചൂണ്ടുപലകയായി മാറുകയാണ്. കഴിഞ്ഞ വാരം കോട്ടയത്ത് നടന്ന ക്രൈസ്തവ സംയുക്ത സമിതി നേതൃത്വത്തിൽ നടത്തിയ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിൽ 100-ലധികം ചെറുപ്പക്കാർ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി മാറിയത് തന്നെ ഈ മുന്നേറ്റത്തിൻ്റെ സുവർണ ലിപികളിൽ എഴുതപ്പെടുന്ന സംഭവമായി മാറിക്കഴിഞ്ഞു. ഇപ്രകാരമുള്ള മുന്നേറ്റങ്ങൾ നൽകുന്ന സൂചന എന്താണ്? ക്രൈസ്തവ സമൂഹങ്ങളുടെ ഐക്യം നൽകുന്ന സൂചനകൾ എന്തൊക്കെ? ഈ വിഷയമാണ് ഇന്ന് ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു ക്രൈസ്തവ സംയുക്ത സമിതിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, കത്തോലിക്ക കോൺഗ്രസിൻ്റെ താമരശ്ശേരി രൂപത പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ, ഒപ്പം പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തെയും ഒപ്പം ഫാദർ ഡോക്ടർ ജോൺസൺ തേക്കടിലച്ചനെയും ഈ ചർച്ചയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. സോ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, ക്രൈസ്തവ സംയുക്ത സമിതി എന്നൊരാശയം എങ്ങനെയാണ് ഉണ്ടായത്? ഈ ഒരു സാഹചര്യത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണോ അത്? ഈ പ്രതിസന്ധികളുടെയും വെല്ലുവിളിയുടെയൊക്കെ ഇടയിൽ ഇങ്ങനെ ഉണ്ടായ ഒരു ചിന്തയാണോ ക്രൈസ്തവ സംയുക്ത സമിതി? എങ്ങനെയാണ് ഇതിന്റെ തുടക്കം? ക്രൈസ്തവ സമൂഹം ഓരോ കാലഘട്ടത്തിലും ക്രൈസ്തവ സമൂഹം വിവിധങ്ങളായ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. അപ്പൊ ഓരോ കാലഘട്ടത്തിൽ പ്രതിസന്ധി നേരിടുന്ന സമയത്തും എവിടെയെല്ലാം ക്രൈസ്തവര് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവജനം, യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി വിശ്വസിച്ച് സ്വീകരിച്ച് ഏറ്റുപറയുന്ന ദൈവജനം, വിശ്വാസ സമൂഹം കൈകോർത്ത് പിടിച്ച് ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഒന്നിച്ചു കൂടിയിട്ടുണ്ടോ, അവിടെയെല്ലാം വിശ്വാസ സമൂഹത്തിന് അതാത് കാലഘട്ടങ്ങളിൽ ദൈവമായ കർത്താവ് സംരക്ഷണം നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഓരോ കാലഘട്ടത്തിലെ പ്രതിസന്ധിയിലും പൂർണ്ണ വിജയം വരിക്കാനും ക്രൈസ്തവ സമൂഹത്തിന് നാളിതുവരെയുള്ള ചരിത്രത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയെ പറ്റി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ച ഏറ്റവും ആദ്യത്തെ ഘടകം. പിന്നീട് നമുക്കറിയാം, ന്യൂനപക്ഷ കേസിലെ വിധി വന്നു. 80-20 കേസിന്റെ വിധി വന്നതിന് ശേഷം കേരള ക്രൈസ്തവ സമൂഹത്തിന്റെ ഉള്ളിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ പ്രകടമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവര് ഉള്ളിൽ കൊണ്ടു നടന്നിരുന്ന വികാരം പുറത്തു വരികയും ആ വികാരത്തെ തുടർന്ന് അവിടെ കത്തോലിക്ക സമൂഹങ്ങൾ തൊട്ട് പെന്തക്കോസ്ത സമൂഹങ്ങൾ വരെ ഒറ്റക്കുടക്കീഴിൽ ഒന്നിച്ച് ആ ഒരു കാര്യം നേടിയെടുത്തതിന് വേണ്ടി സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും പുറത്തു വരികയും ചെയ്തത് നമ്മളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പിതാവിന്റെ കുറവലങ്ങാട് പള്ളിയിലെ പ്രബോധനവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് കടന്നു വരുന്നത്. ആ ഇഷ്യൂ വരുന്ന സമയത്തും SDPIക്കാര് പാലാ ബിഷപ്പ് ഹൗസിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് ഒരു ഐക്യദാർഢ്യ മാർച്ച് നടത്താൻ നമ്മൾ തീരുമാനിച്ചപ്പോൾ അവിടെ കത്തോലിക്കര് മാത്രമല്ല, അല്ലെങ്കിൽ സീറോ മലബാർ വിശ്വാസികൾ മാത്രമല്ല മുന്നിട്ടിറങ്ങിയത്. പെന്തക്കോസ്തക്കാരുണ്ടായിരുന്നു, ബ്രദറൻകാരുണ്ടായിരുന്നു, ഇവാഞ്ചലിക്കൽക്കാരുണ്ടായിരുന്നു, CSIക്കാരുണ്ടായിരുന്നു, മാർത്തോമക്കാരുണ്ടായിരുന്നു, യാക്കോബ ഓർത്തഡോക്സ് വിഭാഗങ്ങളിലെ ലത്തീൻകാര്, മലങ്കരക്കാര്, അങ്ങനെ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളിലെയും വിശ്വാസികള് അന്ന് പാലാ പിതാവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലെ നമ്മുടെ മക്കളെ കാർന്നു തിന്നുന്ന, നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതാക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ നാർക്കോട്ടിക് തീവ്രവാദത്തിനെതിരെ സ്വരമുയർത്തി പുറത്തേക്ക് വന്നത് കണ്ടപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഊർജം കിട്ടി, നമ്മൾ കുറച്ചും കൂടെ ഊർജ്ജസ്വലരായി. അതിനെ തുടർന്നാണ് ഇത് കേരള സമൂഹത്തിന് മുമ്പിൽ ഒന്ന് ബോധിപ്പിക്കണം, ക്രൈസ്തവരൊക്കെ ഒന്നിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കും. ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടാണ്. വിശ്വാസത്തിന്റെ കാര്യത്തിലും യേശു ക്രിസ്തുവിന്റെ പേരിലും എല്ലാ ക്രൈസ്തവ വിശ്വാസികളും ഒന്നിച്ചു നിൽക്കും എന്നുള്ളത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വർഷം ഒക്ടോബർ മാസം 4-ാം തീയതി നമ്മൾ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് ഒരു ധർണ നടത്തുകയും ആ ധർണയില് എല്ലാ തരത്തിലുള്ള വിശ്വാസ സമൂഹവും, എല്ലാ പെന്തക്കോസ്തക്കാര് തൊട്ട് കത്തോലിക്കര് വരെയുള്ള സകല വിശ്വാസ സമൂഹങ്ങളും അതിനകത്ത് ഒന്നിച്ചു ചേരുകയും ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ശ്രീ PC ജോർജിന്റെ നേതൃത്വത്തിൽ ആ ധർണ ഉദ്ഘാടനം ചെയ്യാനും ഒക്കെ സാധിച്ചത് കേരള ക്രൈസ്തവ ചരിത്രത്തിലെ പുതിയ താളുകളിലെ എഴുതി ചേർക്കേണ്ട ചരിത്രം തന്നെയായിരുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ല. അത് തന്നെയാണ് കോട്ടയത്ത് കഴിഞ്ഞ ദിവസം നടന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ തെളിയിക്കപ്പെട്ടതും
വിവിധ ക്രൈസ്തവ സമൂഹങ്ങളിലെ ആളുകള്, നമ്മുടെ വൈദികര്, എല്ലാ മിക്ക സമൂഹങ്ങളിൽ നിന്നുമുള്ള വിശ്വാസ സമൂഹങ്ങളിൽ നിന്ന്, സഭാ സമൂഹങ്ങളിൽ നിന്നുള്ള വൈദികര്, പാസ്റ്റർമാരൊക്കെ നേതൃത്വം നൽകിയ ആ കൂട്ടായ്മ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നതും ക്രൈസ്തവ വിശ്വാസികള് ഒന്നാണ്, മനസ്സുകൊണ്ടൊന്നാണ്, യെസ്, അവര് ഒന്നിക്കാൻ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും വളരെ വളരെ വ്യക്തമാണ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ. ഡോക്ടർ ജോക്സൺ തേക്കടിയിൽ, ഫാദർ, ഈ ഒരു മുന്നേറ്റം കഴിഞ്ഞ ആഴ്ച കോട്ടയത്ത് നടന്ന സമ്മേളനമൊക്കെ ഈ ചർച്ചകളിലൊക്കെ വലിയ രീതിയിൽ ഉയർന്നു വരികയും ചെയ്തു. ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ നടത്തുമ്പോൾ ഒത്തിരി വെല്ലുവിളികൾ കൂടി അതിജീവിക്കേണ്ടതായിട്ടുണ്ടായിരുന്നില്ലേ? ഈ യാത്രയിലെ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ഇത്തരത്തിലുള്ള ഒരു ഐക്യത്തിന്റെ സന്ദേശവുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ഓക്കെ, ഞാൻ ഇതിന്റെ വെല്ലുവിളികളെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ഒരു ചരിത്രം കൂടെ പറയാം. തീർച്ചയായും. ക്രൈസ്തവ സഭകൾ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലും ലോകത്തിലും ഐക്യത്തിന്റെ ഒരു വലിയ മുന്നേറ്റം വളരെയധികം കൊതിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് 2014 ഭാരതത്തിലുള്ള എല്ലാ ക്രൈസ്തവ സഭയിലെ നേതൃത്വ നിരയിൽ നിൽക്കുന്ന പിതാക്കന്മാര്, 55 ഡിനോമിനേഷനിലെ പിതാക്കന്മാര് ബാംഗ്ലൂരിൽ ഒരുമിച്ച് കൂടുകയുണ്ടായി. ജനുവരി മാസം 7 മുതൽ 9 വരെ നടന്നിട്ടുള്ള ആ 3 ദിവസത്തെ സമ്മേളനം, അവിടെ കത്തോലിക്കയിലെ ആർച്ച് ബിഷപ്പുമാരും പെന്തക്കോസ്റ്റിലെ പാസ്റ്റേഴ്സും തമ്മിൽ കരങ്ങൾ കോർത്തു പിടിച്ചു നിന്ന് പ്രാർത്ഥിച്ചു, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. വലിയൊരു ആത്മീയ ഉണർവ് അവിടെ ഉണ്ടാകുവാനിടയായി. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, 55 ഡിനോമിനേഷനിലെ സഭാ നേതൃത്വ നിരയിൽ നിൽക്കുന്ന ആളുകളായിരുന്നു 460 പേർ അന്ന് അവിടെ കൂടി വന്നത്. അതിനുശേഷം പലപ്പോഴായിട്ട് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ ക്രിസ്തീയ നേതൃത്വ നിരയിൽ നിൽക്കുന്ന ആളുകൾ കൂടി വന്നിരുന്നു. എന്നാൽ എന്നെ ആശങ്കപ്പെടുത്തിയിരുന്ന ഒരു കാര്യം, അത് നേതൃത്വ നിരയിൽ മാത്രമായിട്ട്, അത് UCPIയുടെ ബാനറിലാണ്, യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രേയർ ഫോർ ഇന്ത്യ എന്ന് പറയുന്ന UCPI, അതിന്റെ ബാനറിലായിരുന്നു. നമ്മുടെ കൊച്ചിയിലും സിയാലിൽ വെച്ചിട്ടും വലിയൊരു മീറ്റിംഗ് നടത്തി 950ഓളം സഭ നേതൃത്വ നിരയിൽ നിൽക്കുന്ന ആളുകള് ആ 3 ദിവസത്തെ കോൺഫറൻസുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് സാധാരണക്കാരിൽ, വിശ്വാസികളിലേക്ക് ഈ ഐക്യം എത്തുന്നില്ലല്ലോ എന്നുള്ള വലിയൊരു വേദന എന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയൊരു വെല്ലുവിളി. എങ്ങനെ ഇവരെ ഒന്നിപ്പിക്കുക, അല്ലെങ്കിൽ ജനങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ടുവരാം? അതിന് തടസ്സമായി നിൽക്കുന്നത് നേതൃത്വ നിരയിൽ നിൽക്കുന്നവരാണോ എന്ന് എന്നോട് നിതിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെ സ്വന്തോ നോന്നോ പറയില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, അതായത് വിശ്വാസികളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള ഐക്യത്തിന്റെ ചിന്തകൾ അത് ആ വേണ്ട വിധത്തിൽ എത്തിയിട്ടില്ലായിരുന്നു. അതിനുള്ളൊരു ഉത്തരമായിട്ടാണ് അല്ലെ അങ്ങ് ഈ ഒരു മുന്നേറ്റത്തെ കാണുന്നത്? തീർച്ചയായിട്ടും. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കലും അതുപോലെ പാസ്റ്റർ കൊടിത്തോട്ടം പോലുള്ള ആളുകള് ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ആ മൂവ്മെന്റ് അങ്ങ് വർദ്ധിച്ചു വരുന്നു. എല്ലാവരും ഏകസ്വരത്തിൽ പറയുന്നു, ഇനി നമ്മുടെ ഇടയിൽ ഭിന്നത പാടില്ല. നിസാര കാര്യങ്ങൾക്ക് നമുക്ക് യോജിച്ചു പോകാവുന്ന അനവധി മേഖല ഉള്ളപ്പോൾ തന്നെ വിയോജിക്കേണ്ടുന്നതായ മേഖലകളിൽ മാത്രമായിരുന്നു നമ്മുടെ ശ്രദ്ധ പോയിക്കൊണ്ടിരുന്നത്. അവയെല്ലാം തന്നെ ഇപ്പൊ തൃണവൽക്കരിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു കുതിപ്പിലേക്ക് പോവുകയാണ്. അപ്പൊ വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഒറ്റ വെല്ലുവിളിയേ ഉള്ളൂ എന്ന് പ്രധാനമായിട്ടുള്ളത്, നമ്മൾ തയ്യാറാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. ഐക്യത്തിന് വേണ്ടിയിട്ട് അതിന് നിസ്സാരമായ ചില കാര്യങ്ങൾ ഇവിടെ അഡ്വക്കേറ്റ് ജസ്റ്റിൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് പാപപരിഹാരം വരുത്തപ്പെട്ടു എന്നുള്ള ആ ബോധ്യം ഉള്ളിൽ ഉറപ്പുള്ളതായ വ്യക്തികൾക്ക് ഒരുമിച്ച് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ വിവിധ അവയവങ്ങളാകുന്നു നാം എന്നുള്ള ചിന്തയോടെ കൂടി വരുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പൊ അതിന് എതിരായി നിൽക്കുന്ന ഭിന്നതകൾ എന്തൊക്കെയായിരുന്നാലും അതിനെ നമ്മളെ അവോയ്ഡ് ചെയ്യുക, അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരേ ആഗ്രഹത്തോടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നേറണം. അപ്പോഴാണ് ഈ വെല്ലുവിളിയെ നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നത്. അതിനെ സർവശക്തനായ കർത്താവ് നമ്മളെ സഹായിക്കും എന്നുള്ളത് ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന പ്രോത്സാഹനം വളരെ കൃത്യമായിട്ട് നമ്മളെ തെളിയിക്കുന്നുണ്ട്. വളരെ വളരെ വ്യക്തമാണ് ഫാദർ. പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം, ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം അത് ഒരുപക്ഷെ കാലാകാലങ്ങളായി ക്രൈസ്തവ സമൂഹങ്ങൾ പറയുകയും ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയൊക്കെ ചെയ്ത ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ഘട്ടമാണ് ഇപ്പോൾ നമ്മൾ പിന്നിട്ടിരിക്കുന്നത് മനസ്സിലാക്കുന്നു. ശരിക്കും ഇത്തരം ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത് വളരെയധികം വൈകിപ്പോയി എന്നൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ? വൈകിപ്പോയി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത്തരം കൂട്ടായ്മകളുടെ ശ്രമം നമ്മുടെ പല ആളുകൾ ഇതിനു മുമ്പ് നടത്തി പരാജയപ്പെട്ടതാണ്. അതിൻ്റെ ഒരു അളവ് വരെയുള്ള ഒരു കാരണം കേരളത്തിൽ നമുക്കുള്ള ഒരു സെക്യൂരിറ്റിയാണ്. ഇവിടെ ഇപ്പോൾ പെന്തക്കോസ്തുകാരന് ആരെയും ആശ്രയിക്കേണ്ട, ഇവാഞ്ചലിക്കാരന് ആരെയും ആശ്രയിക്കേണ്ട, കത്തോലിക്കിന് വേറെ സഹകരണം വേണ്ട. ഇതല്ല ഔട്ട് ഓഫ് കേരളയിലെ സ്ഥിതി. അടുത്ത സ്ഥലങ്ങളിൽ എല്ലാവരും ന്യൂനപക്ഷങ്ങളാണ്, സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്, എല്ലാവരും ഉപദ്രവിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവർ.
അവിടെ യോജിച്ചാ പ്രവർത്തിക്കുന്നു. അവിടെ ഈ വ്യത്യാസമൊന്നുമില്ല. കത്തോലിക്ക പള്ളിയിൽ പെന്തക്കോസ്ത് പോലെ നടക്കുന്ന എനിക്കറിയാം. പക്ഷേ ഈ ഛത്തീസ്ഗഡിൽ ഈ സ്ഥലങ്ങളിലൊക്കെ കൃത്യമായി സഹകരിച്ച് തന്നെ അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി കേരളത്തിൽ ഇങ്ങനെ പലപ്പോഴും ഐക്യശ്രമങ്ങൾ നടക്കുന്നത് ഒരു നേതൃനിരയിൽ അവർ കൂടി വൈൻഡ് അസ് ടുഗദർ എന്നൊക്കെ ഒരു പാട്ട് പാടി പോവുക. അതിനൊരു കോമഡിക്കപ്പുറത്തേക്ക് ഗൗരവം വിശ്വാസി കൊടുത്തില്ല. കാരണം അകത്തി എന്നിട്ട് നമ്മൾ വീണ്ടും ഭിന്നിക്കണം എന്ന് പറയുക, സ്റ്റേജിൽ നിന്നിട്ട് നമ്മൾ ഒന്നാകണം എന്ന് പറയുക. അങ്ങനെ ലീഡേഴ്സ് ഒരു ഇരട്ടത്താപ്പ് പലപ്പോഴും എടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്നത് മാറിയിട്ട് ഭാവനാസമ്പന്നരായ ലീഡേഴ്സ് വരുന്നു എന്നുള്ളത്, രണ്ട്, ശത്രുക്കൾ കൂടുതൽ പ്രബലരായിരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം, ഇതെല്ലാം നമ്മുടെ കൺമുമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആറ്റായ ഒരു സമയത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. താമസിച്ചു എന്നതിന് അർത്ഥമില്ല. കാരണം നമുക്കെല്ലാം കൂടെ കൂടി ഒരു ഐക്യത ഉണ്ടാക്കാം എന്ന് പറഞ്ഞ ഒരാൾ ഇറങ്ങിയാൽ ഇത് സംഭവിക്കുന്ന കാര്യമല്ല. മറിച്ച് എല്ലാത്തരം മൂവ്മെന്റുകളും ഇഷ്യൂ ബേസ്ഡ് ആണ്. അത്തരം പ്രതിസന്ധി രൂപപ്പെടുമ്പോഴാണ് മൂവ്മെന്റുകൾ ഉണ്ടാകുന്നത്. അപ്പൊ അതിന് വേണ്ട ഒരു അടിസ്ഥാന കാരണം സംജാതമായി. അപ്പോൾ ക്രൈസ്തവ സഭകളിൽ അനിവാര്യമായ ആ സാഹോദര്യം ഉണ്ടായി. ഒരു കാര്യം പറയട്ടെ, പലപ്പോഴും നമ്മൾ ഈ ഭിന്നിച്ചു പോകുന്ന ഘടകങ്ങൾ വളരെ നിസ്സാര കാര്യങ്ങളാണ്. ഇനി നമ്മൾ അവ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്താൽ അതിന് ഇത്രയും വലിയ കാര്യമൊന്നും അതിൽ കാണൂല. അപ്പോൾ ഇത് അങ്ങനെയുള്ളൊരു ഡയലോഗിനുള്ള ഒരു അവസരം പോലും ഉണ്ടാകാത്ത വിധം അകന്നു പോകുന്നു എന്നുള്ള ഒരു പരിമിതി ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം അതിന്റെ നിലയിൽ നിലനിർത്തി ആ അത്തരം ചർച്ചകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് സഹകരിക്കാം എന്ന് പറയുകയും ഇത് ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും ഒരു സഭയെ വിഴുങ്ങാനോ അതിൽ സഹകരിക്കുക വഴി ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാനോ ഒന്നും ഉള്ളതല്ല. അടുത്തത് ഹൃദയംഗമായൊരു ബന്ധത്തിൽ നിന്ന് നമ്മൾ സഹകരിച്ചിട്ടേ കാര്യമുള്ളൂ. മാനസികമായ ആ പൊരുത്തമില്ലാതെ ഐക്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് മാനസികമായ ഒരു ഐക്യത കൂടി ഭാഗമായിട്ടാണ് ഇത്തരം ഒരു മൂവ്മെന്റ് മുമ്പോട്ട് വന്നിട്ടുള്ളത്. വളരെ വളരെ വ്യക്തമാണ് ബാസ്റ്റനിൽ കൊടുത്തോട്ടാം. ഡോക്ടർ ചക്കോ കലാമ്പറമ്പിൽ, നമുക്കറിയാം എക്യുമെനിക്കൽ മൂവ്മെന്റുകൾ, മുന്നേറ്റങ്ങളൊക്കെ ധാരാളം നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നതാണ്. അത്തരത്തിലുള്ള ധാരാളം ഇനീഷ്യേറ്റീവ്സ് നമ്മൾ നടത്തിയിട്ടുമുണ്ട്, അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് താനും. ഇവിടെ പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം പറഞ്ഞതുപോലെ പ്രതിസന്ധികളാണോ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഒരു ഐക്യത്തിലേക്ക് നയിച്ചിട്ടുള്ളത്? പ്രത്യേകിച്ച് 80-20 കോടതി വിധി സമയത്ത് അങ്ങ് നടത്തിയ മുന്നേറ്റങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതുമാണ്. പല വിഭാഗങ്ങളെ ഒരുമിച്ച് കൂട്ടാനും അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ഒക്കെ അങ്ങ് എടുത്ത ഇടപെടലുകളും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതും കൂടിയാണ്. എങ്ങനെയാണ് ഇത്തരം പ്രതിസന്ധികളാണോ വീണ്ടും ഒന്ന് ഇരുത്തി ചിന്തിക്കാനും ഒരു ഐക്യത്തിലേക്കുള്ള ഒരു പാലം ഇട്ടതും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ തന്നെയാണോ നമ്മളെ ഈ നിലയിലേക്ക് എത്തിച്ചത്? നിതിൻ, അതില് പ്രതിസന്ധികൾ ഐക്യത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു മാനദണ്ഡം ഉണ്ടാവണം. അതായത് ക്രിസ്തുവിന്റെ അനുയായികൾ, ക്രിസ്ത്യാനികൾ, ക്രൈസ്തവ സമൂഹം, അത് ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളാണ്. ആ ബോധ്യത്തോടു കൂടി നമ്മൾ ഒന്നുചേർന്ന് നിൽക്കേണ്ടവരാണ്. വൈവിധ്യങ്ങൾക്കിടയിലും നിരവധി ഒരുമയോടെ പോകാവുന്ന നിരവധി സത്യങ്ങൾ നമ്മുടെ ഇടയിൽ നമ്മെ നയിക്കുന്ന, നമുക്ക് നേതൃത്വം നൽകുന്ന നിലയിൽ നിൽക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവുകളാണ് നമ്മളെ ഈ ഐക്യത്തിലേക്ക്, ഐക്യരൂപത്തിലേക്കും നയിക്കേണ്ടത്. അവിടെ ക്രൈസ്തവ സമുദായത്തിന് ഒരു ഐക്യമുണ്ടാവണം, ക്രൈസ്തവ സമുദായത്തിന് ഒരു സമുദായ സ്നേഹം ഉണ്ടാവണം, ക്രൈസ്തവ സമുദായത്തിന് ഒരു സമുദായ ബോധം ഉണ്ടാവണം. ആ ഐക്യവും സമുദായ സ്നേഹവും സമുദായ ബോധവും ക്രിസ്തു കേന്ദ്രീകൃതമാകുമ്പോഴാണ് തീർച്ചയായിട്ടും അത് ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് മുഖ്യമായിട്ടുള്ള ഘടകമായി മാറുന്നത്. ഇപ്പൊ പൗലോസും പത്രോസും തമ്മിൽ ആദിമ ക്രൈസ്തവ സഭയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സഭ വളരുന്നതിൽ അതൊരിക്കലും ഒരു തടസ്സമായില്ല. അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മനുഷ്യനാണ്, സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. അതിനപ്പുറത്തേക്ക് കടന്ന് ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഈ സമുദായ ഐക്യവും സമുദായ സ്നേഹവും സമുദായ ബോധവും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നേതൃനിരയിൽ നിൽക്കുന്നവർ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. വിവിധ വർണ്ണങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് ധവളപ്രകാശം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വെള്ളപ്രകാശം ഉണ്ടാകുന്നത്. നമുക്കറിയാം വെള്ളപ്രകാശം ഉണ്ടാകുന്നത്. 1-2 വർണ്ണങ്ങൾ ചേരുമ്പോൾ മറ്റൊരു വർണ്ണമാകുന്നത്. ഈ ഒരു ധവളപ്രകാശത്തിന്റെ ഒരു ഉൾച്ചേരലിലേക്ക് എല്ലാ ഡിനോമിനേഷൻസും എല്ലാ സമൂഹങ്ങളും ക്രിസ്തു കേന്ദ്രീകൃതമായി നിൽക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും ഇന്ന് പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ഒരു പരിധി വരെ സഹായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇത് കാലഘട്ടത്തിന്റെ അനിവാര്യതയോടൊപ്പം ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവമായി മാറേണ്ടത് കൂടിയാണ്. അപ്പോൾ മാത്രമാണ്
ഈ പറയുന്ന നമ്മുടെ കൂട്ടായ്മയ്ക്ക് ശാശ്വതമായ നിലനിൽപ്പുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുന്നു, അതിനെ അതിജീവിക്കാൻ ഒരു കൂട്ടം കൂടുന്നു, പിന്നെ ആ കൂട്ടം പിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നമുക്ക് ആവശ്യം കൂട്ടത്തെക്കാൾ ഉപരി കൂട്ടായ്മകൾ തന്നെയാണ്. ശാശ്വതമായി നിലനിൽക്കുന്ന കൂട്ടായ്മകൾക്ക് ആവശ്യം ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള സമുദായ ഐക്യവും സമുദായ സ്നേഹവും സമുദായ ബോധവും തന്നെയാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വളരെ വളരെ വ്യക്തമാണ് ഡോക്ടർ ചാക്കോ കലാമറമ്പിൽ. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ, ഇവിടെ ഇത്തരത്തിലുള്ള മുന്നേറ്റവുമായിട്ട് പോകുമ്പോൾ പോലും ഒരു പക്ഷേ അങ്ങ് ഉൾപ്പെടുന്ന നേതൃത്വം കേൾക്കുന്ന പഴികൾ ക്രിസംഗി എന്നുള്ള വിളിപ്പേരോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഇത്തരം മുന്നേറ്റങ്ങൾ എന്നൊക്കെയുള്ള ആരോപണങ്ങളായിരിക്കാം അങ്ങ് കേട്ടിട്ടുണ്ടാവുക. ഇത്തരത്തിലുള്ള ആരോപണങ്ങളെയൊക്കെ എങ്ങനെയാണ് അങ്ങ് നേരിടുക? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കൊക്കെയുള്ള മറുപടി എന്താണ് അങ്ങയുടെ പക്കലുള്ളത്? ഇതിനെ ക്രിസംഗി എന്നൊരു ആരോപണം ഇന്നുവരെ കേട്ടിട്ടില്ല. കാരണം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വിവിധ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളെയും സംഘടനകളെയും സമുദായം എന്ന ലേബലിൽ ഒന്നിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. ക്രിസ്തു എന്ന വികാരത്തിന് മുമ്പിൽ നമ്മൾ പ്രത്യേകിച്ചും 3 മെയിൻ കാര്യങ്ങൾ മാറ്റിവെച്ചാൽ, 3 പ്രധാന കാര്യങ്ങളിൽ നമ്മൾ നമ്മുടേതായ ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് അത് മാറ്റി നിർത്താൻ നമ്മൾ തയ്യാറായാൽ കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭാ സമൂഹങ്ങൾക്കും ഒരു കൊടക്കീഴിൽ ഒന്നിച്ചുകൂടാൻ വേണ്ടി പറ്റും. അതിലൊന്ന് ദൈവശാസ്ത്രം, 2 അവരവരുടേതായ ആരാധനാക്രമം, 3 പാരമ്പര്യങ്ങൾ. ദൈവശാസ്ത്രവും ആരാധനാക്രമവും പാരമ്പര്യങ്ങളും മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങൾക്കും ക്രിസ്തു എന്ന വികാരത്തിനും ഒന്നിച്ചുകൂടാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഞാനൊരു സീറോ മലബാർ വിശ്വാസിയാണ്. സീറോ മലബാർ സഭയ്ക്ക് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് എനിക്ക് എന്റേതായ ആരാധനാക്രമമുണ്ട്, അതുപോലെ തന്നെ ദൈവശാസ്ത്രമുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്. ആ പാരമ്പര്യങ്ങളെല്ലാം ഞാൻ ഒരു സീറോ മലബാർ വിശ്വാസി എന്ന നിലയിൽ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ഒന്നിച്ചു കൂട്ടപ്പെടുന്ന വേദിയിൽ ഇത് മാറ്റി നിർത്തി മറ്റു കാര്യങ്ങളിൽ പൊതുവിഷയങ്ങളിൽ ഒന്നിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ്. ഇതിന്റെ ഇടയിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊന്നും അധികം കേൾക്കാൻ ഇതുവരെ വന്നിട്ടില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവ് കേരള സഭയിലൂടെ ഈ ലോകത്ത് ഈ കാലഘട്ടത്തിൽ സംഭവിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് കേരളത്തിൽ വിവിധ ക്രൈസ്തവ സഭാ സമൂഹങ്ങളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരുടെ ചിന്താ മണ്ഡലങ്ങളിലൂടെ ആത്മാവ് ഒരു അഭിഷേകം കൊടുത്തിട്ട് അതിലൂടെ ചൊരിയപ്പെടുന്നതായതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിലവിൽ ഇതുവരെ ഏതെങ്കിലും ക്രിസംഗി എന്ന ഒരു ആരോപണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു അധിക്ഷേപിക്കലോ ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. തീർച്ചയായും വളരെ വ്യക്തമാണ്. ഡോക്ടർ ജോൺസൺ തേക്കടിയിൽ, ഇങ്ങനൊരു മുന്നേറ്റം വരുമ്പോൾ ശരിക്കും എന്തൊക്കെ ലക്ഷ്യങ്ങളായിരിക്കാം മുമ്പിലേക്കുള്ളത്? ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രതിസന്ധികളിൽ ഒരു ഐക്യമുണ്ടാക്കുക, പ്രതിസന്ധികളിൽ ഇടപെടുക, ആ വിഷയങ്ങളിൽ ശക്തമായി പ്രതികരിക്കുക, പ്രതികരണങ്ങൾ അറിയിക്കുക, അല്ലാതെ ഏതൊക്കെ തലങ്ങളിലാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മയുടെ പ്രവർത്തനം മുമ്പോട്ട് പോകാൻ സാധിക്കുക? അതെങ്ങനെയായിരിക്കാം ഈ വിവിധ സമൂഹങ്ങൾക്ക് ഒരു നന്മയായി ഭവിക്കുകയും ചെയ്യുക? താങ്ക് യു. ഇതിനകത്ത് പ്രധാനമായ കാര്യം, കർത്താവ് ഓരോ മനുഷ്യർക്കും കൊടുത്തിരിക്കുന്ന കൃപാദാനങ്ങൾ, കൃപാവരങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതെല്ലാം തന്നെ പൊതുപ്രയോജനത്തിനായിരിക്കണം എന്ന് വളരെ കൃത്യമായിട്ട് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാദാനങ്ങൾ, കൃപാവരങ്ങൾ, അത് പൊതുപ്രയോജനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയോഗിക്കുമ്പോൾ ഒരു സഭയ്ക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് നന്മകൾ, അതേസമയം അവർ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രതിസന്ധികൾ, ഈ പ്രതിസന്ധികളിൽ മറ്റൊരു കൂട്ടത്തിനും കൂടെ അവരെ സഹായിക്കാനും അവരുടെ മേൽ ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് പകർന്നു കൊടുക്കാനായിട്ടുള്ള പ്രാർത്ഥനകളും കൈത്താങ്കലുകളും നൽകാനായിട്ട് സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ക്രിസ്തീയ സഭ ആരംഭത്തിൽ നമ്മളെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. എങ്ങനെയാണ്? അവരുടെ ഇടയിൽ ഒരുത്തർക്കും മുട്ടുണ്ടായിരുന്നില്ല, എന്ന് പറഞ്ഞാൽ കുറവുകളും ഉണ്ടായിരുന്നില്ല, ന്യൂനതകൾ ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം അവരെല്ലാം തന്നെ ഷെയറിങ് കമ്മ്യൂണിറ്റി ആയിരുന്നു. അപ്പൊ നമ്മുടെ സമൂഹം ഒരു ഷെയറിങ് കമ്മ്യൂണിറ്റി ആണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് നമ്മളെപ്പോഴും പ്രകാശിക്കാനായിട്ട്, മറ്റുള്ളവർക്ക് നന്മ പകർന്നു കൊടുക്കാനായിട്ട്, ഈ അടുത്ത സമയത്ത് ഇന്ന് തന്നെയാണെന്ന് തോന്നുന്നു ഒരു ടീച്ചർ അവരുടെ യൂട്യൂബിൽ പറയുകയുണ്ടായി ക്രൈസ്തവ സമൂഹത്തെ കുറിച്ച്. ക്രൈസ്തവരായിട്ടുള്ള ഒരു സഹോദരിയാണ്, ഒരു ടീച്ചറാണ് പറഞ്ഞത്. ക്രൈസ്തവരെ കുറിച്ച് 3 കാര്യങ്ങൾ അവർ പറഞ്ഞു. ഒന്ന്, അവർ ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനകൾ നടത്തി ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുകയും സമൂഹത്തിൽ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവരാണ്. അത് അവരുടെ ഒരു പൊതുവിലുള്ള ധാരണയാണ് ക്രൈസ്തവരെ കുറിച്ച്. അത് സത്യമാണ്. ആ വിധത്തിൽ നമ്മൾ ജീവിച്ചു പോകുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ, നേരത്തെ നിതിൻ ചോദിച്ച പോലെ ധാരാളം വെല്ലുവിളികളുണ്ട്. കാരണം നമ്മുടെ മക്കളെ കുറിച്ചുള്ള വെല്ലുവിളികളുണ്ട്, അവരുടെ ഭാവി കാര്യങ്ങള്, അവരുടെ പഠന കാര്യങ്ങള്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള
ഇതൊക്കെ കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് ക്രൈസ്തവ സമൂഹത്തിന് മാറി നിൽക്കാൻ ഇനിയും കഴിയുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്നത്. ഒരു ശരീരത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെല്ലാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ വിവിധ അവയവങ്ങളാണ്. ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടെങ്കിൽ മറ്റൊരു അവയവം അതിനെ പരിഹരിക്കത്തക്കവണ്ണം വേണ്ടുന്ന കെയർ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ആ കെയറിങ് കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ മാറുമ്പോഴാണ് ഇവർ നമ്മിൽ ഒന്നാകുന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത മധ്യസ്ഥ പ്രാർത്ഥന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്ന 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പ്രാർത്ഥനയുടെ സന്തോഷം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയുള്ളൂ. അന്യോന്യം കരുതുന്ന, അന്യോന്യം സഹായിക്കുന്ന, പാരസ്പരികമായിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ മഹത്വം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ലോക യാത്രയുടെ അല്ലെങ്കിൽ സഭയുടെ ഉദ്ദേശം ലോകത്തിന് തന്നെ ബോധ്യമാകാൻ ഇടയായിത്തീരുക. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയെന്നുള്ള ബോധം കൂടെ നമുക്കുണ്ടാകണം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സഹവിശ്വാസികളെയും എല്ലാവർക്കും നന്മ ചെയ്യുക, വിശേഷാൽ വിശ്വാസികളായുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന് തിരുവചനം പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഉത്തരവാദിത്വം കൂടെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ഈ വെല്ലുവിളികളെ ശരിയായ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ശരി, ഞാൻ തിരിച്ചു വരാം. പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം, ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ വരുമ്പോൾ അതിൽ ദുഃഖിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മൾ ചോദിച്ചുകൊണ്ട്, ഒരു പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളായിരിക്കാം. കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന സെക്രട്ടേറിയറ്റിൽ നടന്ന ഉപരോധം, ആ വാർത്ത കവർ ചെയ്യാൻ വേണ്ടി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു. അവിടെ എല്ലാ മാധ്യമങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരുന്നു, എല്ലാ മാധ്യമങ്ങളുടെ റിപ്പോർട്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു 101 വാർത്തയോ 201 വാർത്തയൊക്കെ ഉള്ള ചാനലുകളിൽ പോലും അതിൻ്റെ ഒരു തരി പോലും അവിടെ വരികയില്ല. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള പത്രം അതിനെതിരെയുള്ള ക്യാമ്പയിനിൽ ശക്തമായപ്പോൾ ഏതോ ഒരു കോണിൽ അതിൻ്റെ വാർത്ത കൊടുക്കാൻ നിർബന്ധിതരായി എന്നതുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് ഇവർ പോകുന്ന ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഐക്യത്തെ ഒന്ന് എതിർത്തേക്കാം എന്ന കണക്കായിരിക്കാം. അല്ലെങ്കിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ചോദിക്കാനും പറയാനും ആരുമില്ല, ഇവർക്ക് ഇതിനെ സംസാരിക്കാൻ ആരുമില്ല എന്ന ബോധ്യവുമായിരിക്കാം. എന്തായിരിക്കും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, ഇത്തരത്തിലുള്ള മാധ്യമ ഇടപെടലുകളെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തിരുവനന്തപുരം സമ്മേളനത്തിൽ നമ്മൾ അവലംബിച്ച ഒരു രീതി പരമാവധി ആളുകളെ കുറച്ചുകൊണ്ട്, അതിന്റെ കാരണം പ്രോട്ടോകോൾ അങ്ങനെ പ്രശ്നമുണ്ട്. എൻ്റെ സെക്രട്ടേറിയറ്റ് പരിസരത്ത് അനുവദനീയമായതിൽ കൂടുതൽ ആളുകളെ നമുക്ക് നിർത്താൻ പറ്റില്ല. വാഹനത്തിന്റെ പാർക്കിംഗ് ഉണ്ട്. വളരെ ആസൂത്രണം ചെയ്ത ശേഷമാണ് അംഗസംഖ്യ കുറച്ചത്, അല്ലെങ്കിൽ അത് ധാരാളം ആളുകൾ വരും. അതുകൂടാതെ തന്നെ ഇനി അംഗസംഖ്യ പെരുപ്പിച്ച് കാട്ടി ഒരു ശക്തി പ്രകടനം വഴി വാഹന ഗതാഗതം മുഴുവൻ സ്തംഭിപ്പിച്ച് അങ്ങനെ ഒരു ലക്ഷ്യമില്ല. ഒരിക്കലും നമ്മുടെ മീറ്റിങ്ങുകളിൽ അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ ശക്തി പ്രകടനം അല്ല നടത്തുന്നത്, ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ഒരു ബദൽ ഇവിടെ ഉണ്ട്, സംയമനത്തിന്റെ ഒരു ബദൽ ഇവിടെ ഉണ്ട്. അക്രമത്തിനും അല്ലെങ്കിൽ പൊതുമുതൽ നശിപ്പിച്ചുമൊക്കെയുള്ള ആ ഗാദറിങ്ങിനപ്പുറത്ത് ക്രൈസ്തവ സഹജമായ പക്വതയുള്ള ഒരു ബദൽ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് പൊതുസമൂഹം നമുക്ക് തന്നിട്ടുള്ള ഒരു മാന്യതയും ഒരു ക്രൈസ്തവന്റെ പ്രതികരണത്തിന്റെ പരിമിതി, തീർച്ചയായും ആ പരിമിതി അല്ലാതെ അതിന്റെ സൗന്ദര്യമാണ്, യുണീക്നെസ് ആണ്. അത് നിർത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ എത്ര ബഹിഷ്കരിച്ചാലും അവരിങ്ങോട്ട് ശ്രദ്ധിക്കാൻ സമ്മർദ്ദം അവരിൽ ഉണ്ടാകും. എവിടുന്നുള്ള സമ്മർദ്ദം? അവർ ലാസ്റ്റ് ബാധ്യസ്ഥരാകും എന്ന് തെളിഞ്ഞു ഈ സമ്മേളനം കഴിഞ്ഞിട്ട്. നമ്മൾ സാറിന്, ഞാനും ഒരു മാധ്യമ പ്രവർത്തനായി ആ നിലയിൽ ചിന്തിച്ചാൽ ഇതിന് പറയാറുണ്ട്, എന്താ പറയാ, ഈ പഴങ്കഞ്ഞി എന്ന് പറയാം, താങ്കൾക്ക് അറിയാമല്ലോ, അതായത് കഴിഞ്ഞു പോയൊരു വാർത്ത ഇത് കഴിഞ്ഞ ശേഷം ഇടുക, അതൊരു പത്രത്തിന്റെ ഗതികേടാണ്. അപ്പൊ ആ ലൈവായിട്ട് അത് ചെയ്യുക, നേരത്തെ അറിയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ലൈവായിട്ട് ചെയ്യാൻ പറ്റാതെയും പിന്നെ അത് ഇടുകയും ചെയ്യേണ്ടി വരുന്ന ഒരു പരിമിതി പത്രങ്ങൾക്ക് ഉണ്ടാകുന്നു. എന്നാൽ ഒന്നുകൂടി മനസ്സിലാക്കുക, നമ്മുടെ ഗാദറിങ് ഒരിക്കലും ഏതെങ്കിലും മതവിഭാഗങ്ങൾക്കോ ഒന്നും എതിരായിട്ടുള്ളതല്ല. ഇത് ഈ രാജ്യത്തെ ഹൈന്ദവരെയും മുസൽമാനെയും ഒക്കെ സ്നേഹിക്കുന്ന മാർഗം തന്നെയാണ്. അവരെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഞാൻ ക്രൈസ്തവനായിരിക്കുന്നില്ല. അതാണ് എപ്പോഴും ഊന്നി പറയേണ്ട കാര്യം. നമ്മുടെ ലക്ഷ്യങ്ങളിൽ അതാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് പരിമിതിയല്ല, അവർ ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ആ നിലയിലേക്കാണുള്ള ഈ മുന്നേറ്റങ്ങൾ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഡോക്ടർ ചാക്കോ കളാമ്പ്രമ്പിൽ, ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങളൊക്കെ വരുമ്പോഴും ഈ ഒറ്റയ്ക്കുള്ള ഇത്തരം സമൂഹങ്ങളിടയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഭിന്നിപ്പുകളൊക്കെ അതൊക്കെ ഇതിനകത്ത് ഇത്തരത്തിലുള്ള ഐക്യത്തെ തടസ്സമായി മാറുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കുക അല്ലെങ്കിൽ അതിനെയൊക്കെ അതിജീവിക്കുക ഒരു ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമായി മാറുകയില്ലേ?
അല്ലെ എല്ലാ സമൂഹങ്ങൾക്കും അവരുടെ നന്മകളോടൊപ്പം ചിലപ്പോൾ വീഴ്ചകളോ കുറവുകളോ തിരുത്തലുകളോ ആവശ്യമുള്ള കാര്യങ്ങളും ഉണ്ടാവാം. അത് തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന ഒരു അനിവാര്യതയാണ്. പക്ഷെ അത് ഒരു കൂട്ടായ്മയിലേക്ക് വരാൻ, ഈ പറയുന്ന വ്യത്യസ്ത സഭാവിഭാഗങ്ങളുടെ ഒരൈക്യത്തിലേക്ക് വരാൻ ഒരിക്കലും ഒരു തടസ്സമാകുന്നില്ല. കാരണം അവിടെ കേന്ദ്ര ബിന്ദു ക്രിസ്തുവാണ്. ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ സമൂഹത്തിന് മുമ്പിൽ തീർച്ചയായിട്ടും അവതരിപ്പിക്കാനും അതിന്റെ പരിഹാരം തേടാനുമുള്ള ഒരാർജവമുള്ള സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. അതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസമുണ്ട്, അതിനാവശ്യമായിട്ടുള്ള നേതൃത്വങ്ങളുണ്ട്. ഈ നേതൃത്വങ്ങൾ സമയബന്ധിതമായി, കാലാനുസൃതമായി, സാഹചര്യാനുസൃതമായി ഉണർന്ന് പ്രവർത്തിക്കുകയും ആ നേതൃത്വങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് മറ്റുള്ളവർ അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സജ്ജരാക്കുകയും സജ്ജമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഇന്റേണൽ പ്രോബ്ലംസ് ഒന്നും ഒരിക്കലും ഒരു തടസ്സമാകില്ല. ഇന്റേണൽ ഇഷ്യൂസ് ഒരു വിഷയമേ അല്ല. അതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിനെയെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. കാരണം പുറമേ നിന്നുള്ള ശത്രുക്കളുണ്ട്, അകമേ നിന്നുള്ള ശത്രുതകളുണ്ട്. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിഞ്ഞ് വിവേചിക്കേണ്ടതാണ്. തിരുത്തപ്പെടേണ്ട മേഖലയിൽ തിരുത്തൽ സംഭവിക്കേണ്ടതുമാണ്. പക്ഷെ ഒരു യാഥാർത്ഥ്യമുണ്ട്, നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ പുറമേ നിന്നായാലും ചിലപ്പോഴല്ല അകത്തു നിന്നായാലും ഈ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സമുദായ ഐക്യം, അല്ലെങ്കിൽ ഈ പറയുന്ന സഭകളുടെ ഐക്യം, ഈ പറയുന്ന വിവിധ ഡിനോമിനേഷനുകളുടെ കൂട്ടായ്മ തീർച്ചയായിട്ടും വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് വിവിധ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഈ സമുദായത്തെ അലട്ടുന്നുണ്ട്. അത് പുറമേ നിന്നുള്ളത് ഒരുപാടുണ്ട്. ഭരണതലങ്ങളിൽ നിന്ന്, മറ്റ് മതമൗലികവാദികളിൽ നിന്ന്, മറ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ നിന്ന്, സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും ശത്രുസ്നേഹത്തിന്റെയും ഒരു വിശ്വാസ സംഹിതയിൽ വിശ്വസിക്കുന്ന സമൂഹം ഈ കാലഘട്ടത്തിൽ അതൊക്കെ പഴഞ്ചൻ ആശയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തി അതിനെ ഒരു ബലഹീനതയായി കണ്ട് അതിനെ നമ്മളെ അടിക്കാനുള്ള ഒരു വടിയായി കണ്ടുകൊണ്ട് ചെയ്യുന്ന ആളുകൾ പുറമെ നിൽക്കുന്നു. അത് മതമൗലികവാദികളുണ്ട്, തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ട്. അവിടെ തീർച്ചയായിട്ടും സർക്കാരുകൾ പോലും പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്നതിന്റെ കാരണം നമ്മളുടെ ഈ ഒരു സഹിഷ്ണുതാ മനോഭാവം, അല്ലെങ്കിൽ നമ്മൾ ഭരണ സംവിധാനങ്ങളോട് കാണിക്കുന്ന ആ ഒരു സഹിഷ്ണുതയും വലിയ ഒരു കാഴ്ചപ്പാടുമാണ്. അത് ഈ കാലഘട്ടത്തിൽ തിരിച്ചിരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്തുവാൻ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ സാധിക്കും. തിരുത്തൽ ശക്തികളായിട്ട് നമ്മൾ നിലകൊണ്ടുകൊണ്ട് സമുദായത്തിന്റെ അർഹമായതിനെ നേടിയെടുക്കുവാൻ, അതിജീവിക്കേണ്ട പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സാധിക്കും. അതിന് ഇന്റേണൽ പ്രോബ്ലംസ് ഒന്നും ഒരു വിഷയമായി. തീർച്ചയായും വളരെ വ്യക്തമാണ്. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, ഇവിടെ ഡോക്ടർ ചാക്കോ കളപ്പന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. ക്രൈസ്തവ സമൂഹങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടി, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു സ്വീകാര്യത നേടി രാഷ്ട്രീയത്തിലിറങ്ങിയ ഒത്തിരി നേതാക്കൾ സമൂഹത്തിലുണ്ട്. പക്ഷേ ക്രൈസ്തവ സമൂഹം പ്രതിസന്ധിയിലാകുന്ന സമയത്തൊന്നും ഇവരുടെ അഡ്രസ്സ് നമ്മൾ കാണാറില്ല. സമീപനാളിൽ നമ്മൾ പ്രധാനപ്പെട്ടൊരു വിഷയം ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ ചർച്ച ചെയ്തതുമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇത്തരത്തിലുള്ള നേതൃത്വത്തിന്റെ പരാജയം കൂടി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അർഹമായ പരിഗണനകൾ നേടിയെടുക്കാൻ ഈ നേതൃത്വത്തിന് സാധിക്കാത്തത് ഒരു കാരണമാണോ? ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ കാര്യം, 80:20 വിവാദം പോലുള്ള വിഷയം, 80:20 കോടതി വിധി പോലുള്ള വിഷയങ്ങളൊക്കെ അങ്ങ് നടത്തിയ ഇടപെടലുകളൊക്കെ ഒരു പക്ഷേ അതൊക്കെ നേരത്തെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ വളരെ സുഗമമായ ഒരു പക്ഷേ ഇടപെടാൻ പറ്റിയേക്കാവുന്ന വിഷയമായിരുന്നു. പക്ഷെ അവിടെയൊക്കെ പോലും ഒരാൾ പോലും ശബ്ദിച്ചില്ലെന്നുള്ളത് നമ്മുടെ മുമ്പിൽ പകൽ പോലെ വ്യക്തമായ കാര്യവുമല്ലേ? ശരിക്കും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പരാജയം കൂടി ഈ മുന്നേറ്റത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണോ? തീർച്ചയായിട്ടും ഉണ്ട് നിതിൻ. കാരണം കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകളുടെ മുന്നണികള്, ഓരോ മുന്നണികളാണല്ലോ കേരളത്തിലെ ഗവൺമെന്റുകളെ ഓരോ കാലഘട്ടത്തിലും ഭരിക്കുന്നത്. അപ്പൊ എന്നും ക്രൈസ്തവ സഭയുടെ ഭാഗത്തു നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികള് ഓരോ കാലഘട്ടത്തിലും ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ ആ കൂട്ടായ്മയിലായിരിക്കും ഉണ്ടാവുക, ഓരോ മുന്നണിയിലായിരിക്കും ഉണ്ടാവുക. ഇപ്പോഴും നമുക്കറിയാം ജോസ് കെ മാണിയുടെ മുന്നണിയൊക്കെ LDF നിൽക്കുന്നു, ജോസഫ് സാറിന്റെ മുന്നണിയൊക്കെ UDF നിൽക്കുന്നു. അപ്പം അവർക്ക് ആ മുന്നണിയുടെ തീരുമാനം വിട്ടിട്ട് മുന്നണിയുടെ നിലപാടിനപ്പുറത്തേക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ ക്രൈസ്തവ വിശ്വാസികളായ നേതാക്കന്മാര്, ഒന്നുമില്ലെങ്കിലും ക്രൈസ്തവ നാമധാരികൾ എന്ന് പറഞ്ഞ് നടക്കുന്നവര് പോലും പരാജയപ്പെടുന്നതാണ് കേരള
ക്രൈസ്തവ സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു പക്ഷേ കാര്യം. ജസ്റ്റിൻ ഒരു പ്രശ്നമുണ്ട് അവിടെ. പക്ഷേ അവർക്കതല്ലേ സാധ്യമാവുകയുള്ളൂ. ഒരു മുന്നണി നിൽക്കുമ്പോൾ ആ മുന്നണിയുടെ തീരുമാനം അതല്ലേ സാധിക്കുകയുള്ളൂ. അതൊരു പ്രശ്നമല്ലേ? ഒരിക്കലും അല്ല. അതേസമയം കേരളത്തിലെ മറ്റ് സമുദായ സംഘടനകളുണ്ടല്ലോ, സമുദായത്തിന്റെ നിലപാടുകൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ. അവരുടെ നിലപാട് അങ്ങനെയല്ലല്ലോ. അവര് നമ്മുടെ മുമ്പിൽ ഒത്തിരി വലിയ മാതൃകകൾ കാണിച്ചു തരുന്നുണ്ട്. ചില മേഖലകളിൽ അവരുടെ സമുദായത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ അവർ ഒറ്റക്കെട്ടാണ് ഏത് മുന്നണിയിൽ നിന്നാലും. ഇവിടെ ഒരു ക്രൈസ്തവ വിശ്വാസിയാണ്, തീവ്ര വിശ്വാസിയാണെന്ന് പറയുകയും ക്രൈസ്തവ സമുദായത്തിന്റെ വേണ്ടിയിട്ട് ഒരു ചെറുവിരല് പോലും അനക്കാതെ നിൽക്കുമ്പോൾ ഈ പറയുന്ന കേരളത്തിലെ വിശ്വാസ സമൂഹം ആ നേതാക്കന്മാരെ എത്രത്തോളം വിലക്കെടുക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ വില കൊടുക്കാൻ വേണ്ടി സാധിക്കും? അപ്പൊ സ്വയം ഈ നേതാക്കന്മാര് സമുദായത്തിന് മുമ്പിൽ തങ്ങളുടെ വില നഷ്ടപ്പെടുത്തുന്നതാ. അതിനകത്ത് നമുക്ക് ആർക്കും ഉത്തരവാദിത്തമില്ല. അവര് സ്വയം ഇത് നശിപ്പിക്കുക. അതിനിപ്പോ കഴിഞ്ഞ ഇലക്ഷനുകളൊക്കെ നമുക്ക് സാക്ഷിയാണ്. നമ്മൾ അങ്ങനത്തെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന വീഴ്ച, പ്രത്യേകിച്ച് നമ്മുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ച എത്രമാത്രം സമൂഹത്തിന്റെ ഉള്ളിൽ, സമുദായത്തിന്റെ ഉള്ളിൽ അസ്വസ്ഥത ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ്. അത് പക്ഷെ പഠിക്കാൻ, അങ്ങനെ പഠിച്ചിട്ട് അതിൽ നിന്നും നന്മ സ്വീകരിച്ച് തിരുത്തി തങ്ങളുടെ രാഷ്ട്രീയ ജീവിതം കൊണ്ടുപോകുവാൻ, രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുപോകുവാൻ സമുദായ പാർട്ടികൾ എന്ന് പറഞ്ഞ് ക്രൈസ്തവരുടെ വോട്ട് മേടിച്ച് നിൽക്കുന്ന പാർട്ടികൾ പോലും പരാജയപ്പെടുന്നിടത്താണ് ഇതുപോലെയുള്ള കൂട്ടായ്മകൾ രൂപപ്പെട്ടു വരുന്നത് എന്നുള്ളത് വളരെ സസൂക്ഷ്മം വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഗൗരവത്തോടെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുമായ ഒരു കാര്യമാണ്. വളരെ വ്യക്തമാണ്. ഡോക്ടർ ജോൺസൺ തെക്കരയിൽ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ഇലക്ഷന് മുമ്പ് പ്രത്യേകിച്ച് മതമേലധ്യക്ഷന്മാരുടെയൊക്കെ അടുത്ത് ചെന്ന് അവരോട് വളരെ നല്ല കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി ഇലക്ഷനെ നേരിടുന്ന ഒരു ശൈലിയായിരുന്നു നമ്മൾ കണ്ടുവരിക, ഇത്രയും കാലങ്ങളും കണ്ടുവരിക. പക്ഷേ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ ആ പാറ്റേണിലൊക്കെ വലിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്നൊരു സൂചന നമ്മൾ കണ്ടു. കേരളത്തിലെ ചില വോട്ടിംഗ് പാറ്റേണിലൊക്കെ ഉണ്ടായ കാര്യം, റിസൾട്ടിനെയൊക്കെ പോലും ചില കാര്യങ്ങൾ, ചില ഘടകങ്ങൾ വലിയ രീതിയിൽ സ്വാധീനിച്ചത് നമ്മൾ അറിയാം. ശരിക്കും ഈ ക്രൈസ്തവ മുന്നേറ്റമൊക്കെ, ഈ സംയുക്ത സമിതിയൊക്കെ മുന്നോട്ടേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതൃത്വവും കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആകുവാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി ആളുകളെ തുറവിയോടെ കേൾക്കുവാനൊക്കെയുള്ള ഒരു ശ്രമത്തിലേക്ക് അവരും വരും എന്ന പ്രതീക്ഷയുണ്ടോ അങ്ങേക്ക്? തീർച്ചയായിട്ടും ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് ലോകത്തിന്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പും എന്നുള്ള ആ പദത്തിന്റെ അർത്ഥം ശരിയായ വിധത്തിൽ നമ്മുടെ മതമേലധ്യക്ഷന്മാർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഇരുട്ടിൽ പ്രകാശിക്കേണ്ടതാണ് വെളിച്ചം. പക്ഷെ സംഭവിക്കുന്ന എന്താ? നേതാക്കന്മാർ തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇരുട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അവരുടെ അടുക്കിലേക്ക് വരിക? എന്നിരുന്നാലും ഒരു 10 വോട്ട് കൂടുതൽ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും അവലംബിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാര് അവരുടെ അടുക്കിലേക്ക് വരും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. പക്ഷെ അവർക്ക് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടെ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെയാണ് ലേ ലീഡേഴ്സിന്റെ പ്രത്യേകത. ഇപ്പൊ നമ്മള് അസംഘടിതരായി നിന്നതായിട്ടുള്ള ജനതയാണ് സംഘടിതരായിട്ട് വരുന്നത്. ഇനിയും സംഭവിക്കാൻ പോകുന്നത് പ്രവചിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ളതായിരിക്കും. ഇവിടെ പറഞ്ഞു പരത്തിയിരിക്കുന്ന, ഈ അടുത്ത സമയങ്ങളിൽ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പച്ച നുണയുണ്ട്. ആ പച്ച നുണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസ്തവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരാണ്, അവർക്ക് ആരുമില്ല, അവർ കുറച്ചുപേരേ ഉള്ളൂ, അവർ അസംഘടിതരാണ് എന്നുള്ള ഒരു പച്ച നുണ. എന്നാ ഞാൻ പറയട്ടെ, ക്രൈസ്തവ സമൂഹത്തെ ശരിയായ വിധത്തിൽ നിങ്ങൾ വീക്ഷിച്ചാൽ 32% ഉണ്ട് കേരളത്തിൽ. മറന്നു പോകരുത്, 32% ക്രൈസ്തവർ കേരളത്തിലുണ്ട്. ഈ 32% വരുന്ന ക്രൈസ്തവരെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഈ 32% വരുന്ന ക്രൈസ്തവ സമൂഹത്തെ അതെങ്ങനെയാണ് ഡോക്ടർ ജോൺസൺ തേക്കടിയിൽ? ഓക്കെ, നല്ല ചോദ്യമാണ്, പറഞ്ഞുതരാം. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. എന്നോടൊപ്പം എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള എല്ലാ ഇതിനകത്തുള്ള ആളുകളും യോജിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മള് തെക്കൻ നാടിനെ മാത്രം ഒരു ഉദാഹരണമായിട്ട് എടുക്കാൻ പോവുകയാണ്. തെക്കൻ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം ജില്ലയിലെ നാടാർ വിഭാഗം എന്ന് പറയുന്ന ആ വിഭാഗത്തില് എത്ര ശതമാനം ക്രൈസ്തവരുണ്ട്? ആർക്ക് പറയാൻ പറ്റും? അവിടെ ഭൂരിഭാഗം, അതായത് 90% നാടാന്മാരും നാടാർ ആളുകളും നാടാർ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളും ക്രിസ്ത്യ വിശ്വാസികളാണ്. ആണല്ലോ, അത് സമ്മതിക്കുമല്ലോ, ആർക്കും അതിനെ എതിരൊന്നുമില്ലല്ലോ. അപ്പൊ അതേപോലെ പല സ്ഥലങ്ങളിലും ഉണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയുന്നില്ല.
ഇത് പൊതുവിൽ പറഞ്ഞാണ്. 32% വെറുതെ പറയുന്നതല്ല, ശരിയായ കണക്ക് വെച്ചും പഠനത്തിന്റെ അടിസ്ഥാനത്തിലും പറയുന്നതാണ്. അതുകൊണ്ട് ഈ 32% വരുന്ന ക്രൈസ്തവരെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും ഇവിടെ ഇനി മുന്നോട്ട് ഭരിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല. ഇവിടെ താക്കോൽ സ്ഥാനമൊന്നും ക്രൈസ്തവരുടെ കയ്യിൽ വേണ്ട. പക്ഷേ നയരൂപീകരണത്തിൽ ക്രൈസ്തവന്റെ പങ്കാളിത്തം വളരെ പ്രാധാന്യം അറിയിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇന്ത്യയുടെ ഭരണഘടനയിൽ പോലും ക്രൈസ്തവന്റെ വേദപുസ്തകത്തിന്റെ സ്വാധീനം ഭയങ്കരമാണ്. ഇവിടുത്തെ സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക്, ആ വാക്ക് പോലും നമ്മുടെ ഭരണഘടനയിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തീയ വേദപുസ്തകത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി എന്നുള്ള ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ 1892 അമേരിക്കയുടെ ഭരണഘടന അതേപോലെ തന്നെ ഇങ്ങോട്ട് കടമെടുത്തപ്പോൾ ഇവിടുത്തെ ഈ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാനുള്ള അതിനു വേണ്ടുന്ന സ്വാതന്ത്ര്യം നൽകുന്നതായിട്ടുള്ള ആ ഒരു ഭരണഘടനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഭരണഘടനയെ തമസ്കരിച്ചുകൊണ്ട് തങ്ങൾക്ക് മേലധികാരം വരുത്താമെന്ന് ആരെങ്കിലും ഏതെങ്കിലും വിഭാഗം ചിന്തിച്ചാൽ അത് വളരെ അബദ്ധത്തിലേക്ക് ചെന്ന് വീഴുകയുള്ളൂ. കാരണം ക്രൈസ്തവർ വളരെയധികം ബോധം ഉള്ള ആളുകളാണ്. അവരാരും തന്നെ കത്തിയെടുക്കാനോ വാളെടുക്കാനോ കലാപങ്ങൾ ഉണ്ടാക്കാനോ കൊടി പിടിക്കാനോ ഒന്നും പോകുകയല്ല. അതിന്റെ ആവശ്യവുമില്ല. കാരണം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ദൗത്യമുണ്ട്. ലോകത്തിന്റെ വെളിച്ചമായിട്ട് ഭൂമിയുടെ ഉപ്പായിട്ട് തന്നെ നിൽക്കാനുള്ള വലിയ ദൗത്യം അവരെ വിളിച്ചിരിക്കുന്നവൻ സർവ്വലോകത്തിന്റെ സർവ്വപ്രപഞ്ചത്തിന്റെ ഉടയവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പൊ ആ യേശു ക്രിസ്തുവിന്റെ വിളിയും തെരഞ്ഞെടുപ്പും അനുഭവിക്കുന്നതായിട്ടുള്ള ജനത ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ 32% ജനത ഒരുമിച്ച് നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ടുള്ളത്. അതിനെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയാമല്ലോ, വളരെ കൃത്യമായിട്ട് പറയാം, ഇവിടുത്തെ ഏത് നയപരമായ തീരുമാനങ്ങൾ എടുക്കണമെങ്കിലും ക്രൈസ്തവന്റെ അനുവാദം വേണ്ടി വരും. ക്രൈസ്തവന്റെ സ്വാധീനമില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ക്രൈസ്തവന് മാത്രമേ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തോടുകൂടെ ഐക്യത്തോടുകൂടെ എല്ലാവരും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ആ ഒരു യാഥാർത്ഥ്യം എന്നാണോ ഇവിടുത്തെ നേതാക്കന്മാർ തിരിച്ചറിയുന്നത്, അന്നായിരിക്കും നമ്മുടെ സംസ്ഥാനം പുരോഗതിയുടെ പാതയിലേക്ക് പോകുന്നു. നേതാക്കന്മാർ തിരിച്ചറിയാത്തതാണോ പ്രസക്തമായ ചോദ്യം, അതോ ഈ സമൂഹത്തിലുള്ള വ്യക്തികൾ തിരിച്ചറിയാത്തതാണോ പ്രധാനപ്പെട്ട പ്രശ്നം? വ്യക്തികൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര ശതമാനം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നൊരു ചോദ്യം പ്രസക്തമല്ലേ? എത്രത്തോളം ആളുകൾക്ക് അറിയാം? അത് നമ്മൾ അറിയിക്കുകയാണ്. അതിനുള്ള ശ്രമമാണിത് അല്ലെ? മത നേതാക്കന്മാർ അല്ലെങ്കിൽ സമുദായ നേതാക്കന്മാർ, ക്രൈസ്തവ നേതാക്കന്മാർ ചെയ്യേണ്ടത് ഈ ഐക്യത്തിന്റെ പന്താവിലേക്ക് ആളുകളെ കോർത്തിണക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ത്യാഗം സഹിക്കാനായിട്ട് മുമ്പിലുണ്ടായിരുന്ന നമ്മുടെ പിതാക്കന്മാർ അത് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. മുമ്പുണ്ടായിരുന്ന ഒരു ഭരണാധിപൻ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ആദരണീയനായ ഒരു മുഖ്യമന്ത്രി, പ്രഗത്ഭനായ ഒരു മുഖ്യമന്ത്രി, ക്രൈസ്തവനൊന്നുമല്ല. അദ്ദേഹം എന്തെങ്കിലും നയപരമായ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ഇവിടുത്തെ അന്നത്തെ സഭാ നേതൃത്വ നിരയുമായിട്ട് കൂടിയാലോചിക്കുമായിരുന്നു. കാരണം വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹമായിരുന്നു ക്രൈസ്തവ നേതൃത്വ നിരയിലുണ്ടായിരുന്നത്. അവർക്ക് ചിന്താശക്തി ഉണ്ടായിരുന്നു, അവർക്ക് ഇച്ഛാശക്തി ഉണ്ടായിരുന്നു, വിവേചന ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുമായിട്ട് കൂട്ടിയാലോചിക്കുകയും അവർ കൊടുക്കുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം മറ്റ് എല്ലാ സംസ്ഥാനങ്ങളെക്കാളും ഒരുപടി മുന്നിലേക്ക് എത്താൻ ഇടയായിത്തീർന്നത്. എന്നാൽ എന്തുകൊണ്ട് ഇന്ന് അത് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മുടെ സമുദായ നേതാക്കന്മാർക്ക് വിവരമില്ലാഞ്ഞിട്ടോ അറിവില്ലാഞ്ഞിട്ടോ പ്രാഗൽഭ്യം ഇല്ലാഞ്ഞിട്ടോ അല്ല, പക്ഷേ തങ്ങളെക്കുറിച്ച് തന്നെ ഒരു അവബോധമില്ലാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു അപജയമാണ്. അത് പരിഹരിക്കാൻ ഉത്തരവാദിത്വം മത സമുദായ നേതാക്കന്മാർക്കുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾ അറിയണം, വിശ്വാസികൾ അറിയണം, നാം ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് പുരോഗതി കൈവരിക്കാനായിട്ട് കഴിയുള്ളൂ. അതൊരു സമുദായത്തിന്റെ പുരോഗതി മാത്രമല്ല, ക്രൈസ്തവ സമൂഹവും സഭയും എവിടെല്ലാം ഉയർന്നു വന്നിട്ടുണ്ടോ ആ പ്രദേശങ്ങളും ആ ദേശവും ആ സംസ്ഥാനവും അനുഗ്രഹമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന വസ്തുതയാണ്. അതുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അങ്ങനെ ഇതുവരെ ഉണ്ടായിരുന്ന അപജയങ്ങളെ നമുക്ക് പരിഹരിച്ച് ജയത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുകയും ചെയ്യുമാറാണ്. വളരെ വളരെ വ്യക്തമാണ് ഫാദർ. പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം, ഈ ഒരു മുന്നേറ്റം ഏതൊക്കെ മേഖലയിൽ ഇടപെടുമെന്നാണ് അങ്ങ് കരുതുക? ഒരു പക്ഷേ ഈ പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങളിൽ, സാമൂഹിക വിഷയങ്ങളിലൊക്കെ ഇടപെടലിനപ്പുറത്തേക്ക് ഏതൊക്കെ തലങ്ങളിൽ, ഒരുപക്ഷെ വിദ്യാഭ്യാസ മേഖലയിലായിരിക്കാം, അല്ലെങ്കിൽ സാമൂഹിക വിഷയങ്ങളിലുള്ള ഇടപെടലായിരിക്കാം, അങ്ങനെ ഏതൊക്കെ തലങ്ങളിൽ ഈ മുന്നേറ്റം കൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് പ്രയോജനങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കപ്പെടും? നമ്മള് മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള വികാസ പരിണാമങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവർ. അത് നമ്മുടേതൊന്നും മാത്രമല്ല,
അന്യമതസ്ഥരുടെയും നിരീശ്വരന്മാരുടെയും ക്ഷേമം നമുക്ക് വിലപിടിപ്പുള്ളതാണ്. തീർച്ചയായും അത് വളരെ നല്ലൊരു നമ്മൾ പോയിന്റാണ് അങ്ങ് പറഞ്ഞത്. തുടരാം. സാഹോദര്യത്തിനും സമത്വത്തിനും ഒക്കെ വേണ്ടി നിൽക്കുന്ന സമൂഹമാണ്. അതാണ് തീർച്ചയായും. ക്രൈസ്തവന്റെ ചരിത്രം. അപ്പൊ അതുകൊണ്ട് നമുക്ക് മാത്രം എന്തെങ്കിലും ഒന്ന് പിടിച്ചു വാങ്ങണമെന്ന് സ്വാർത്ഥതയൊന്നും ഇവിടെ ഇല്ല. അർഹതപ്പെട്ടത് നമ്മുടെ എല്ലാവർക്കും കിട്ടട്ടെ. പക്ഷെ നമ്മെ ഇന്ന് ഒട്ടേറെ അവഗണിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്ന് നമ്മൾ സമൂഹത്തിൽ നമ്മൾ ആരാണെന്നും നമുക്ക് എന്താണ് നേടിയെടുക്കേണ്ടതെന്നുള്ള ഒരു ബോധ്യം കൊടുക്കുക എന്നാണ് പ്രധാന ലക്ഷ്യം. Yes. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കലായോ സാമൂഹ്യമായോ ചില നേട്ടങ്ങൾക്കപ്പുറത്ത് നമുക്കൊരു സാഹോദര്യം കൂടാതെ ഇനി ക്രൈസ്തവ സാക്ഷ്യം സാധ്യമല്ല എന്ന ഒരു ഉൾക്കാഴ്ചയാണ് ഇങ്ങനെ കൂടാനുള്ള ആ വികാരത്തിന്റെ അടിസ്ഥാനം. അത് മുൻനിർത്തിയുള്ള ഒട്ടേറെ മേഖലകൾ നമുക്ക് ഇനി കണ്ടെത്താനും പ്രവർത്തിക്കാനുമുണ്ട്. അതിൽ ഇന്ന് കാണുന്ന ഈ കൂട്ടായ്മ ആശയ അർത്ഥങ്ങളോടെ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. എല്ലാ മേഖലകളിലും അതിന്റെ ഗുണഗണങ്ങൾ നമ്മുടെ എല്ലാ സമൂഹവും അനുഭവിക്കണം. ഇതാണ് നമ്മുടെ ആഗ്രഹവും ലക്ഷ്യവും. വളരെ വ്യക്തമാണ്. ചർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടം. ഡോക്ടർ ചാക്കോ കളാമ്പ്രമ്പിൽ, ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഭാവി അല്ലെങ്കിൽ ഇത് നൽകുന്ന പ്രത്യാശ എന്തൊക്കെയാണ്? ഇതൊരു പക്ഷേ വളരെ ഒരു ചെറിയ വിഭാഗം ജനങ്ങളിലേക്കായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിനിടയിലായിരിക്കാം ഇത്തരം ഒരു മുന്നേറ്റത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഇതിന്റെ നടപടികളെക്കുറിച്ചും ഇടപെടലിനെക്കുറിച്ചും ഒക്കെ ബോധ്യമുണ്ടാവുകയുള്ളൂ. പക്ഷേ ഇത് അങ്ങനെ കുറച്ചാളുകൾ മാത്രം ഇടപെട്ടാൽ ഉണ്ടായേണ്ട അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യവുമല്ലല്ലോ. തീർച്ചയായിട്ടും ഇത് സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള ഒരു അവബോധം നമുക്ക് നിലവിലുണ്ടോ ഇല്ലെന്ന് തന്നെ അങ്ങ് പറയുമെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഇല്ലെങ്കിൽ അതെങ്ങനെ സാധ്യമാകും? പ്രത്യേകിച്ച് ഒരു സമുദായ ബോധം എന്ന് പറയുമ്പോൾ പോലും അതൊരു വർഗീയ ചുവയോടെ കാണുന്ന വലിയ വിഭാഗം ആളുകൾ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ ഉണ്ടല്ലോ. അത് ഒരു തരത്തിലും ഈ കാലഘട്ടത്തിന് ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ, പ്രബോധിപ്പിക്കുന്ന വൈദികരും ഒക്കെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ബോധവൽക്കരണം പോലും ഒരു ശ്രമകരമായിട്ടൊരു ദൗത്യമായി മാറുമോ? പലപ്പോഴും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ് നിതിൻ അവസാനം പറഞ്ഞത്. സമുദായബോധം എന്ന് പറഞ്ഞാൽ അത് വർഗീയതയാണ്. അതെ, അങ്ങനെ വായിക്കുന്നവരെ കുറിച്ചാണ് എന്റെ ചോദ്യം, വേറൊന്നുമല്ല. ഡോക്ടർ ചാക്കോ, യെസ്, തുടരാം. ഈ സമുദായ ബോധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സമുദായത്തിന് അർഹതപ്പെട്ടത്, ഇവിടെ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം പറഞ്ഞതുപോലെ സമുദായത്തിന് അർഹതപ്പെട്ടത് വാങ്ങിയെടുക്കുക അല്ലെങ്കിൽ അർഹതപ്പെട്ടത് നേടിയെടുക്കുക, മറ്റു സമുദായങ്ങൾക്ക് അർഹതപ്പെട്ടതിനെ തട്ടിപ്പറിക്കാതെ തന്നെ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടതാണ്. അത് നമുക്ക് വ്യത്യസ്ത സമുദായങ്ങൾ, പ്രത്യേകിച്ച് നായർ സമുദായത്തിന്റെ കേസിൽ സുകുമാരൻ നായരെ പോലുള്ള നേതൃത്വങ്ങളുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് അവരത് സാധിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈഴവ സമുദായത്തിന്റെ SNDP പോലുള്ള നേതൃത്വങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട്. MSS പോലുള്ളതും MES പോലുള്ള സമുദായങ്ങളും മുസ്ലിം സമുദായത്തിൽ ചെയ്യാറുണ്ട്. ക്രൈസ്തവ സമുദായത്തിന് അത്തരം ഒരു നേതൃപാഠവും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. അത് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ അനിവാര്യമായി മാറിയിരിക്കുന്നു. വോട്ടിനും നോട്ടിനും വേണ്ടിയുള്ള രാഷ്ട്രീയം, അതാണ് വോട്ട് നോട്ടുമാണ് ബലമെന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ മാറ്റി ഒരു രാഷ്ട്രത്തിന്റെ അസ്തിത്വത്തിനും വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടിയുള്ളതാണ് രാഷ്ട്രീയം എന്ന കാഴ്ചപ്പാട് സമൂഹത്തിന് മുമ്പിലേക്ക് തുറന്നു വെക്കാൻ കഴിയുന്നവനാണ് ക്രൈസ്തവൻ. അത് കേവലം പാർട്ടിയുമല്ല, രാഷ്ട്രീയമാണ്. അത് ഏത് പാർട്ടിയും വിശ്വസിച്ചോട്ടെ, ഏത് പാർട്ടിക്ക് കൂടെ നിന്നോട്ടെ, പക്ഷെ അവന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവന്റെ ലക്ഷ്യം, അവന്റെ മോട്ടോ അത് തന്നെ ആയിരിക്കണം. അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക്, രാഷ്ട്രത്തിന്റെ അസ്തിത്വത്തിന്, രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ളതായിരിക്കണം. അത് പാർട്ടികളെ വളർത്താനുള്ളതായിരിക്കണം. ഈ കാഴ്ചപ്പാടുകൂടി തന്നെ നമുക്ക് സമൂഹത്തെ മാറ്റിമറിക്കാൻ കഴിയും. അത് ഏറ്റവും കൂടുതൽ കഴിയുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹം തന്നെയാണ്. അപ്പൊ ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യം പ്രസക്തമാകുന്നത് ഇത് എന്തുമാത്രം സാധിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വിവിധ ഡിനോമിനേഷനുകളിലൂടെ ജനങ്ങളിലേക്ക് ഈ അവയർനെസ് എത്തിക്കഴിഞ്ഞു. വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹമായതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകുന്നതേ ഉള്ളൂ. അവർക്ക് ഈ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഒരു സ്യൂഡോ സെക്യുലറിസം മെന്റാലിറ്റിയും അതുപോലെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സമുദായത്തിനും സഭയ്ക്കും എതിരെയുള്ള പ്രചണ്ഡ പ്രഘോഷണങ്ങളും തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഇവരുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളതേ ഉള്ളൂ. അത് തിരുത്തി കൊടുക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ സമൂഹത്തിലെ എന്താണ് ഈ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നമ്മുടെ സ്ഥാനം, എന്താണ് നമ്മൾ എന്നുള്ളത് തിരിച്ചറിയുവാൻ നമ്മുടെ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടാത്ത വിധത്തിൽ അവര് ഒരു കൂട്ടായ്മയിൽ നിൽക്കുകയും, ഇവിടെ ജോൺസൺ ഫാദർ സൂചിപ്പിച്ചതുപോലെ അവരെ കൂടാതെ ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളോ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളോ മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നൊരു അവസ്ഥ തീർച്ചയായിട്ടും സംജാതമാകുകയും ചെയ്യും. അത് ഉറപ്പാണ്. അത് ആരുടെയും ബലം കണ്ടിട്ടല്ല, മറിച്ച് ഇതൊരു മോറൽ പവറാണ്, ഇതൊരു ഫോഴ്സാണ്. ഇതിനാണ് രാഷ്ട്രത്തെ നയിക്കാൻ ആവശ്യം.
അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തി, രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാട്, രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വ്യക്തത കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സമൂഹമാണ് ഇവിടെ. അവരിന്ന് ഛിന്ന ഭിന്നമാക്കപ്പെട്ട് കിടക്കുകയാണ്. അവരിന്ന് പല പാർട്ടികളിൽ ചേക്കേറിക്കൊണ്ട് അവർ പാർട്ടിയത്തിന്റെ ഉടമകളായി മാറിയിരിക്കുകയാണ്. അതിനെ തിരിച്ചു പിടിക്കാനായിട്ട് മഹാഭൂരിപക്ഷം എന്ന സാധാരണക്കാരായിട്ട് ജനങ്ങൾ ഒന്നിച്ചു കഴിയുമ്പോൾ ഈ നേതൃത്വങ്ങൾ അതിനോട് ചേർന്ന് വരാതിരിക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് ഇലക്ഷനിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നുള്ള ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മൾ ഈ സമുദായം ഒന്നിച്ചു നിന്നുകൊണ്ട് അടുത്ത ഇലക്ഷനുകളെ പോലും നമ്മൾ ആ തരത്തിൽ വിഭാവനം ചെയ്യാനും ആ തരത്തിൽ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാനും കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ സ്ഥാനം ഈ സമുദായത്തിന് ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവും എനിക്കില്ല. അതുകൊണ്ട് വോട്ടിനും നോട്ടിനും വേണ്ടിയല്ല ഈ രാഷ്ട്രീയം, മറിച്ച് ഈ രാഷ്ട്രീയം ഈ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാ വിഭാഗങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടിയാണ്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാവരെയും തുല്യരായി പരിഗണിക്കാൻ വേണ്ടിയാണ്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അർഹതപ്പെട്ടത് ആർക്കും വേണ്ടി നിഷേധിക്കാനുള്ളതല്ല, അർഹതപ്പെട്ടത് ആർക്കും നിഷേധിക്കാനല്ല, മറിച്ച് അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവന് കൊടുക്കണം എന്ന് പറയുന്ന രാഷ്ട്രീയമാണ്. അത് കഴിയുന്നത് ക്രൈസ്തവ സമുദായത്തിനും സമൂഹത്തിനുമായിരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത് തന്നെയായിരിക്കും നമ്മുടെ ശക്തി. അത് നമ്മുടെ സമുദായ അംഗങ്ങളിലേക്ക് എത്തിക്കുകയായിരിക്കണം ഈ കൂട്ടായ്മയിലൂടെ, ഇത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കേണ്ടത്. അത് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. വളരെ വ്യക്തമാണ് ഡോക്ടർ ചാക്കോ കളവറമ്പിൽ. ഈ ക്രൈസ്തവ സമൂഹങ്ങളുടെ ഐക്യം നൽകുന്നത് ശുഭസൂചന തന്നെയാണ്. ഇവിടെ ചർച്ചയിൽ അതിഥികൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇത് കേവലം ക്രൈസ്തവ സമൂഹങ്ങളുടെ മാത്രം ഒരു ഉന്നമനത്തിന് വേണ്ടി, അവരുടെ മാത്രം ഒരു സ്ഥാപിതമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മുന്നേറ്റമല്ല, മറിച്ച് സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള ഒരു ചൂണ്ടുപലക കൂടിയായി മാറും. സമൂഹത്തിൽ ഒറ്റപ്പെടുന്നവർ, സമൂഹത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന സമൂഹങ്ങൾക്കെല്ലാം ശബ്ദമാകുവാൻ, സമൂഹത്തിൽ നവോത്ഥാനത്തിൻ്റെ ബോധ്യങ്ങൾ ഭാരത സമൂഹത്തിലും ലോകത്തുമൊക്കെ കൊണ്ടുവന്ന ക്രൈസ്തവ സമൂഹത്തിന് അത് സാധിക്കുമെന്ന് തന്നെയാണ് ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം, ഡോക്ടർ ജോൺസൺ തേക്കടിയിൽ, ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ, 4 പേർക്കും നന്ദി.